കഴിഞ്ഞ ക്ലാസ്സിൽ സൽസല കി യാദ് എന്ന പാഠത്തിലെ ആദ്യത്തെ 2-3 പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്തത്. ഇനി ആ പാഠത്തിലെ ബാക്കി അവശേഷിക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചന്ദ് സാൽ സൽമാൻ കെ സാത്ത് സമീം കാം കർത്താ രഹ ഫിർ ക്യാ ഹുവാ ഹോഗ. കുറച്ച് വർഷങ്ങൾ സൽമാനോടുകൂടെ സമീർ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഫിർ ക്യാ ഹുവാ ഹോഗ, പിന്നീട് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക. കഹാനിക്കോ ആകെ പഠായിയെ, ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഈ കഥ ഇവിടെ പിന്നെ കഥ സൽമാൻ്റെ വീട്ടിലെത്തി, സൽമാൻ്റെ വാർദ്ധക്യം കൊണ്ട് സൽമാനെ സഹായിച്ചു, അതുവരെ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. അതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഈ കഥയുടെ ബാക്കി ഭാഗമാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം? അപ്പോൾ ഇതിന് സഹായകമായ ചില ചോദ്യങ്ങൾ ഞാനിവിടെ നൽകുകയാണ്. ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നതിലൂടെ കൂടി നമുക്കെന്ത് ചെയ്യാം, ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് പൂർണ്ണമായി എഴുതാൻ കഴിയും. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, സമീർ അബ് കഹാ രഹ്താ ഹെ. ചോദ്യം, സമീർ അബ് കഹാ രഹ്താ ഹെ. എന്താണ് അതിൻ്റെ അർത്ഥം? സമീർ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അടുത്തത്, സൽമാൻ കെ ഘർ മേ രഹ്കർ. സൽമാൻ കെ ഘർ മേ രഹ്കർ സമീർ ക്യാ ക്യാ കർത്താ രഹ. സൽമാൻ കെ ഘർ മേ രഹ്കർ, സൽമാൻ്റെ വീട്ടിൽ താമസിച്ചിട്ട് സമീർ ക്യാ ക്യാ കർത്താ രഹ, സമീർ എന്തെല്ലാമാണ് ചെയ്തിട്ടുണ്ടാവുക. അടുത്തൊരു ചോദ്യം, സമീർ സ്കൂൾ ഗയാ ഹെ ക്യാ. സമീർ സ്കൂളിൽ പോയിട്ടുണ്ടാകുമോ? സമീർ സ്കൂളിൽ പോയിട്ടുണ്ടാകുമോ? അടുത്തത്, സമീർ കോളേജ് ഗയാ ഹെ ക്യാ. സമീർ കോളേജിലേക്ക് പോയിട്ടുണ്ടാകുമോ? സമീർ കോളേജിലേക്ക് പോയിട്ടുണ്ടാകുമോ? ഇനി എന്ത് ചോദ്യം? സമീറിനെ अपने माँ बाप की ख्वाहिश. സമീറിനെ अपने माँ बाप के ख्वाहिश पूरी है क्या? पूरी है क्या? पूरी की है या नहीं? അല്ലേ? സമീർ തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഖാഹിഷ് പൂരി കി ഹേ യാ നഹി. ഖാഹിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, പൂരി കി ഹേ പൂർത്തീകരിച്ചിട്ടുണ്ടാകുമോ, യാ നഹി അതല്ലെങ്കിൽ ഇല്ലയോ. എന്തായിരുന്നു സമീറിൻ്റെ മാമ്പാപ്പിൻ്റെ ഖാഹിഷ്? സമീർ നല്ല പഠിച്ചിട്ട് വലിയ ആളാകണം എന്നതായിരുന്നു, അല്ലേ? അപ്പോൾ ഇനി ഈ ചോദ്യമല്ല നമുക്ക് എഴുതേണ്ടത്, ഈ കഹാനിക്കോ ആകെ ബഡാന എന്നതാണ് നമ്മുടെ പ്രവർത്തനം. ഈ കഥയുടെ ബാക്കി ഭാഗം എഴുതുക എന്നതാണ് നമ്മുടെ പ്രവർത്തനം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം താഴോട്ടല്ല, ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതിയാൽ തന്നെ ഇത് നമുക്ക് ഈ കഥയുടെ ബാക്കി ഭാഗം എഴുതാൻ കഴിയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടേതായ രീതിയിൽ നമുക്കെന്ത് ചെയ്യാം, എഴുതാൻ പറ്റും, അല്ലേ? നമ്മുടെ ആശയമാണ്, നമ്മുടെ ഭാവനക്കനുസരിച്ചാണ് കഥയെ പൂർത്തീകരിക്കേണ്ടത്. അപ്പോൾ സമീർ എവിടെയാണ് താമസിച്ചിരുന്നത്, ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ പലർക്കും പല ഉത്തരമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാവനയിൽ എന്താണ് ഉത്തരം, ആ ഭാവനയിലുള്ള നമ്മുടെ ഉത്തരങ്ങളാണ് നമ്മൾ കഥയാക്കി എഴുതേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് എഴുതാണ്. സമീർ സൽമാൻ കി മദദ് കർത്തേ രഹേ. സമീർ സൽമാനെ സഹായിച്ചു കൊണ്ടിരുന്നു. സൽമാൻ ബൂഢാത്ത, സൽമാൻ എങ്ങനെയുള്ള ആളായിരുന്നു? സൽമാൻ വൃദ്ധനായിരുന്നു. വോ ബീമാർ ഹേ, അവൻ പിന്നെ ബീമാറുമാണ്, രോഗിയുമാണ്. അപ്പോൾ എന്ത് ചെയ്തു? സമീർ സമീർ അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? എന്താ ചെയ്തത്? സമീർ ഉൻകേലിയെ അദ്ദേഹത്തിന് വേണ്ടി സബ് കുച്ച് ദി, എല്ലാം ചെയ്തു കൊടുത്തു, അല്ലേ? ആ സമീറിനെ സഹായിച്ച സൽമാന് വൃദ്ധനായി, വയസ്സനായി, അല്ലേ? പിന്നെ അതുപോലെ രോഗിയായി. അപ്പോൾ ആ സമയത്ത് സമീർ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും
ചെയ്തു കൊടുത്തു. വോ സ്കൂൾ ഓർ കോളേജ് മേ ഗയാ. സ്കൂൾ ഗയാ ഹെ ക്യാ എന്നുള്ളത് ചോദിച്ചിട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഉത്തരം എഴുതാം, സമീർ സ്കൂൾ ഗയാ. അതിന് ശേഷം സമീർ കോളേജ് ഗയാ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാണ്. വോ സ്കൂൾ ഓർ കോളേജ് മേ ഗയെ, സ്കൂളിലും കോളേജിലേക്കും പോയി. ഏക് ബഡാ അഫ്സർ ബൻ ഗയ, ഒരു വലിയ ഓഫീസറായി. ഏക് ബഡാ അഫ്സർ ബൻ ഗയ, ഒരു വലിയ ഓഫീസറായി. അപ്പോൾ ഓഫീസറായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സമീറിനെ അപ്പിനെ മാം ബാപ് കി ഖ്വാഹിഷ് പൂരി കി ഹെ. അതുവരെ എഴുതിയാൽ എന്തായി? ഉത്തരമായി കേട്ടോ. അവസാനത്തെ ചോദ്യം, സമീറിനെ അപ്പിനെ മാം ബാപ് കി ഖ്വാഹിഷ് പൂരി കി ഹെ. സമീർ തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹങ്ങളെയൊക്കെ നിറവേറ്റി, പൂർത്തീകരിച്ചു. ഇതൊരു പാരഗ്രാഫായിട്ട് അപ്പോൾ ഇതുപോലെ പാരഗ്രാഫായി എഴുതിയാൽ എന്തായി? ഈ കഥ പൂർണ്ണമായി അല്ലേ? അപ്പോൾ നമ്മുടേതായ ഭാവനക്കനുസരിച്ച്, ഇനിയിപ്പോൾ സ്കൂളിൽ പോയി എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ടില്ല അല്ലെങ്കിൽ കോളേജിൽ പോയിട്ടില്ല എന്നാണെങ്കിൽ അങ്ങനെ എഴുതാം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഭാവനക്ക് അനുസരിച്ച് എഴുതാവുന്ന രൂപത്തിൽ ഈ ഉത്തരം എഴുതുക, ഈ ആക്ടിവിറ്റി ചെയ്യുക. ഇതാണ് പ്രവർത്തനം. അടുത്തതോ, ഇസ് കഹാനി കാ കോൻ സാ കിർദാർ ആപ്കോ ജ്യാദാ പസന്ത് ആയാ, ഉസ് പർ ചന്ദ് ജുംലെ ലിഖിയേ. ഇസ് കഹാനി കാ കോൻ സാ കിർദാർ, ഏത് കഥാപാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ചന്ദ് ജുംലെ ലിഖിയേ. അപ്പോൾ ഈ കഹാനിയിൽ ആരൊക്കെ ഉണ്ട്? സമീറുണ്ട്, സൽമാനുണ്ട്, ഓർ ബാബുവുമുണ്ട് അല്ലേ? ബാബു കി കിർദാർ ഹൈ. ഇസ് കഹാനി മേ സമീർ, സൽമാൻ और ബാബു की കിർദാർ ഹൈ. ഈ കഥയിൽ സമീറും സൽമാനും ബാബു ഇങ്ങനെ കഥാപാത്രങ്ങൾ ഉണ്ട്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഈ കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണ് എന്ന്. അപ്പോൾ സമീറിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, സൽമാനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും, ബാബുവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാകും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് മേരാ പസന്തീദ കിർദാർ. അതിൻ്റെ അർത്ഥം എന്താ? മേര, എൻ്റെ, പസന്തീദ കിർദാർ, ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? നിങ്ങൾക്ക് സമീറാണെങ്കിൽ സമീർ എഴുതാം, ബാബു ആണെങ്കിൽ ബാബു എന്ന് എഴുതാം, സൽമാൻ ആണെങ്കിൽ സൽമാൻ എഴുതാം. ഇപ്പോൾ മേരാ പസന്തീദ കിർദാർ സമീർ ഹെ, എൻ്റെ ഇഷ്ടപ്പെട്ട കഥാപാത്രം സമീർ ആകുന്നു. സമീർ എന്നുള്ളിടത്താണ്. ഇനി സമീറിന് പകരം സൽമാനോ ബാബു ആണെങ്കിൽ അവിടെ ആ ഭാഗം മാറ്റിക്കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് സമീറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അതുകൂടി എഴുതണം. നമുക്കൊരാളെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തുകൊണ്ടാണ് സമീറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അപ്പോൾ അതിൻ്റെ കാരണങ്ങളാണ് അടുത്ത വരികളിൽ എഴുതേണ്ടത്. വോ ഏക്ക് ഗരീബ് ലഡ്കാ ഹേ അല്ലേ? അവനൊരു പാവപ്പെട്ട കുട്ടിയാണ്. അച്ഛാ ലഡ്കാ ഹേ, നല്ല കുട്ടിയാണ് അല്ലേ? നല്ല കുട്ടിയാണ്. എന്താ നല്ല കുട്ടി എന്ന് പറയാൻ കാരണം? എന്താ കാരണം? ബൂഢേ സൽമാൻ അല്ലേ? ബൂഢേ സൽമാൻ കോ മദത് കർത്തെ ഹെ അല്ലേ? ബൂഢേ സൽമാനായ വൃദ്ധനായ സൽമാനെ എന്ത് ചെയ്യുന്നു? സൽമാൻ കോ കാം മേം യാ കാം കർണേ മേം മദത് കർത്തെ ഹെ. വൃദ്ധനായിട്ടുള്ള സൽമാന് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ ഈ പാവപ്പെട്ട ഗരീബായ അച്ഛാ ലഡ്കയായ സമീർ സഹായിക്കുന്നുണ്ട്. ഇതാണ് സമീർ എന്ന കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനുള്ള കാരണം. ഇതാണ്. ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രവർത്തനം എഴുതേണ്ടത്. അപ്പോൾ ഇനി ബാബു ആണെങ്കിൽ ബാബു എഴുതാം, പിന്നെ അതുപോലെ എന്താണ് കാരണം എന്ന് എഴുതണം. ഓക്കെ. അപ്പോൾ ഇതുപോലെ സംശയമുള്ളത് കമൻസിലൂടെ ചോദിക്കാം കേട്ടോ.